ഗുരുവായൂർ ക്ഷേത്രം എന്നുള്ളത് CPM-ന്റെ സമ്പൂർണമായിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ. ഗുരുവായൂർ ക്ഷേത്രത്തെ CPM ഒരു കറവ പശുവാക്കി മാറ്റുകയാണ്. ഇവിടെ എല്ലാം CPM-ന്റെ നോമിനികളാണ്. ആ CPM-ന്റെ നോമിനികളായിട്ടുള്ള ആളുകൾ CPM-ന്റെ താല്പര്യപ്രകാരമാണ് എല്ലാ ഇടപെടലുകളും നടത്തുന്നത്. ക്ഷേത്രത്തെക്കുറിച്ച് വന്നിട്ടുള്ള പരാതികൾ ക്ഷേത്ര സ്വത്തുക്കളെ സംബന്ധിച്ചുള്ളതാണ്. കഴിഞ്ഞൊരു 10-15 വർഷക്കാലമായിട്ട് ഈ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കളെ കുറിച്ചുള്ള യാതൊരു കണക്കെടുപ്പ് നടക്കുന്നില്ല. ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ക്രമക്കേടുകൾ നടക്കുന്നു എന്നുള്ളതാണ്. അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോ ശബരിമലയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചെയ്തതുപോലെ കോടതി നിരീക്ഷണത്തിലുള്ള ഒരു സ്റ്റോക്കെടുപ്പ്, ഒരു വിരമിച്ച ന്യായാധിപന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്റ്റോക്കെടുപ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിലും ഉണ്ടാകണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന കോടിക്കണക്കിന് രൂപ, അതിനെ സംബന്ധിച്ചുള്ള അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുന്ന പണം, ആ പണമെല്ലാം നാഷണലൈസ്ഡ് ബാങ്കിലാണ് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടുത്തെ പണത്തിന്റെ കുറെ ഭാഗം കേരള ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമാണ്. ഇവിടെ ഓരോ ദേവസ്വം ബോർഡിന്റെ റിക്രൂട്ട്മെന്റിന് വേണ്ടി ഓരോ ഉദ്യോഗാർത്ഥിയോടും 500 രൂപ ഫീസ് മേടിക്കുന്നു. ഇതെന്തിനാണ് ഈ ഫീസ്? ദേവസ്വം ബോർഡിന്റെ ജോലി എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിലെ ഉദ്യോഗാർത്ഥികൾക്കുള്ളതാണ്. ഹിന്ദു സമൂഹത്തിലെ ഭക്തരായിട്ടുള്ള, ഗുരുവായൂരപ്പ ഭക്തരായിട്ടുള്ള ആളുകൾ കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപ ഇവിടെ ഫിക്സഡ് ഉണ്ട്. കോടിക്കണക്കിന് രൂപ, ഇത്രയും വലിയ എമൗണ്ട് ഉണ്ട്. പിന്നെ എങ്ങനെ ഈ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ 500 രൂപ ഈ പിഴിയുന്നത്? ഇവർ ഈ പണം ഇവർ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു? മാത്രമല്ല, ദേവസ്വം ബോർഡ് ഇവിടെ ചെയ്യുന്ന, ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന മറ്റൊരു ഏർപ്പാട്, ഈ 500 രൂപ മേടിച്ച് ഉദ്യോഗാർത്ഥികളോട് അപ്ലിക്കേഷൻ മേടിക്കുക. എന്നിട്ട് ഇവർ കോടതിയിൽ പോവുകയാണ്. ഇപ്പൊ ഉള്ള ആൾക്കാരൊക്കെ, താൽക്കാലികമായി നിയമിച്ച ആൾക്കാരൊക്കെ സ്ഥിര നിയമം നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അതും തിരട്ടത്താപ്പാണത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ക്ഷേത്രം എന്നുള്ളത് കറവ പശുവാക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതിനെല്ലാം സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവണം. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സ്വത്ത് കൊള്ളയടിക്കാനുള്ള ഒരു കൊള്ളസങ്കേതമായിട്ട് ദേവസ്വം ബോർഡുകൾ മാറുന്നു. അത് മാറ്റണം എന്നുള്ളത് കൊണ്ടാണ് ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിടണം എന്ന് BJP ആവശ്യപ്പെടുന്നത്. ധാരാളം പരാതികൾ, ഇവിടുത്തെ ആനക്കൊട്ടിലിനെ കുറിച്ച് പരാതിയുണ്ട്. കഴിഞ്ഞ 10-30 ആനകൾ ചെരിഞ്ഞതിനെ കുറിച്ച് പരാതിയുണ്ട്.